ലാലേട്ടൻ്റെ റിലേറ്റീവ് ആണെന്നാണ് ആദ്യം ഞാൻ കണ്ടപ്പോൾ ലാലേട്ടൻ എനിക്ക് പറഞ്ഞു തന്നത്. സിനിമ ചെയ്യാറായപ്പം ലാലേട്ടൻ്റെ അടുത്ത് ഒന്ന് കണ്ട് സംസാരിച്ചിരുന്നു. ലാലേട്ടൻ്റെ തന്നെ ഒരു റിങ്ങിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു പടം ഉണ്ടായിരുന്നു. എനിക്ക് ഓ മൈ ഗോഡ് പേര് പറഞ്ഞത് ഞാൻ പറഞ്ഞാലും കുഴപ്പമില്ല. അതാ വേണ്ടാന്ന് വെച്ചൊരു സിനിമയാണ്. സിനിമ ഏതല്ലേ? ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള ഒരു അൺസർട്ടനിറ്റി കേട്ടോ, ഇറ്റ്സ് സ്കാരി. രാവിലെ എണീക്കുമ്പോൾ ഇന്നിനി എന്ത് ചെയ്യും എന്നറിയാത്ത ഒരു അൺസർട്ടനിറ്റി ഭീകരമാണ്. ചത്ത പച്ച itself is the human side of the story. That is the movie. Yes, that is the movie. ഒരു പ്രത്യേക കാര്യം ചോദിക്കാൻ മറന്നുപോയി. മമ്മൂക്കയുണ്ട് സിനിമയിൽ. ഇതിൽ ലാലേട്ടനായിരിക്കും. അദ്വൈത് വളരെ സന്തോഷം കണ്ടില്ല കേട്ടോ. താങ്ക് യു ഏട്ടാ. സെയിം. നമ്മൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ വർഷം ആദ്യമാണോ നമ്മൾ ചായ ഒഴിച്ചുകൊണ്ടിരിക്കും, മണിലേട്ടനോട് ചായ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്വൈത് പറഞ്ഞത് ഞാനൊരു സിനിമ ചെയ്യാൻ പോവാണെന്ന്. സിനിമയുടെ ഷൂട്ടിംഗ് ഏകദേശം കഴിയാറായി, അതിൻ്റെ കൂടെ എഡിറ്റിംഗ് നടക്കുന്നു. ചത്തപ്പച്ച എങ്ങനെയാണ് ആദ്യത്തെ സിനിമ? 2019 വന്ന ഐഡിയ ആണ്. അതിൻ്റെ ആദ്യത്തെ ഒരു വെരി ഡിഫറെൻറ്റ് വേർഷൻ, കുറച്ചുകൂടി ഒരു ഡാർക്ക് സോർട്ട് ഓഫ് സെറ്റിംഗ് ഒക്കെ ആയിരുന്നു. പിന്നീട് കുറേ ആൾക്കാർ നടക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അത് ഓൾമോസ്റ്റ് ഗിവ് അപ്പ് ചെയ്ത ഒരു ഐഡിയ ആയിരുന്നു. പിന്നെ വേറൊരു കഥയായിട്ട് ഞാൻ നടക്കുന്ന സമയത്താണ് റിയൽ വേൾഡ് എന്റർടൈൻമെന്റ് റൺ ചെയ്യുന്ന ഷിഹാൻ ആൻഡ് ഇഷ എന്ന് പറഞ്ഞ രണ്ട് ബ്രദേഴ്സിനെ മീറ്റ് ചെയ്യുന്നത്. അവരുടെ അടുത്ത് ആദ്യം പിച്ച് ചെയ്ത വേറെ കഥയാണ്. ആൻഡ് അത് ഓൾമോസ്റ്റ് ഹാപ്പൻഡ് ആസ് വെൽ. പിന്നെ ഫോർ വട്ടെവർ റീസൺസ് വി കുഡൻ ഗോ ത്രൂ വിത്ത് ഇറ്റ്. പക്ഷെ പിന്നീട് റാൻഡംലി ഒന്ന് നമ്മൾ മീറ്റ് ചെയ്തപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ചോദിച്ചായിരുന്നു ലൈക്ക് വേറെ എന്തെങ്കിലും കഥ എഴുതിയിട്ടുണ്ടോ എന്ന്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു, ഒരു WWE ഇൻ കേരള സോർട്ട് ഓഫ് ഒരു ബേസ് ഉള്ളൊരു കഥ. അത് പക്ഷേ എനിക്ക് നടക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ അവർ പിച്ച് ടെക്ക് കണ്ടോട്ടെ എന്നൊന്ന് ചോദിച്ചു, കാണിച്ചു. വിത്തിൻ ലൈക്ക് 2-3 days ഷാൻ എനിക്കൊരു മെസ്സേജ് അയച്ചു സെയിങ് ബ്രോ ഐ തിങ്ക് യു സ്ലീപ്പിംഗ് ഓൺ ദിസ്, ഇതിൽ നല്ല സാധ്യതയുണ്ട്, ഐ തിങ്ക് വി ഷുഡ് ഗോ ഹെഡ് വിത്ത് ദിസ്. വേണ്ടാന്ന് വെച്ചൊരു സിനിമയാണ്. സിനിമ ഏതല്ലേ? അത് തന്നെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ എല്ലാ ബയോളിൽ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഡെസിഗ്നേറ്റഡ് ഡ്രൈവർ എന്നൊരു പേരും കൂടെ ഉണ്ട്. ഈ കൂട്ടുകാർ പോകുന്ന പരിപാടിക്കൊക്കെ വണ്ടി ഓടിക്കലാണ് സ്ഥിരം പരിപാടി. അത് യെസ് യെസ് ആക്ച്വലി എൻ്റെ കൂട്ടുകാർ ഇത് കണ്ട ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണെങ്കിൽ അവരെ ഡ്രോപ്പ് ചെയ്യും. അത്ര ഒരു ഡെസിഗ്നേറ്റഡ് ഡ്രൈവറിന് ബയോയിൽ ഇടണമെങ്കിൽ സ്ഥിരമായിട്ട് ആ പരിപാടിയിലുള്ള ആളാണല്ലോ. എങ്ങനെയാ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? റൈറ്റ് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു സംവിധായകനാകുന്ന ഒരു ഫോർമാറ്റിലേക്ക് എങ്ങനെയാണ് അദ്വൈതിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത്? ഫിലിംസിൽ അസിസ്റ്റ് ചെയ്ത 4 ഡയറക്ടേഴ്സിനെയാണ്. ഓൾ 4 ഡയറക്ടേഴ്സ് ഹാവ് വെരി ഡിഫറെൻറ്റ് സ്റ്റൈൽസ്. അപ്പോൾ ഓരോരുത്തരത്തു നിന്നും ഐ ഗോട്ട് ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് ലെസൺസ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ രാജീവ് രവി സാറിനൊപ്പം വർക്ക് ചെയ്തു. ലോട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആർ വെരി പെർട്ടിക്കുലർ അബൌട്ട് വാട്ട് ദേ വോണ്ട്. ബട്ട് രാജീവ് സർ ഇഫ് ദ ലൈക്ക് ഇപ്പോൾ നമുക്ക് കുറേ ലാസ്റ്റ് മിനിറ്റ് ഇഷ്യൂസ് ഒക്കെ വരും സെറ്റിലൊക്കെ. ആൻഡ് ഐ ഹവ് സീൻ ലൈക്ക് ഡയറക്ടേഴ്സ് സോർട്ട് ഓഫ് ലൈക്ക് ഹാവിങ് ഇഷ്യൂസ് വിത്ത് ദാറ്റ്. പക്ഷേ രാജീവ് സാർ ആണെങ്കിൽ ഓക്കെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ, ഈ ലൊക്കേഷൻ കിട്ടുന്നേക്കാം, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് വൺ. അങ്ങനെ കുറച്ചൊരു ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ടു അഡാപ്റ്റ് അതൊക്കെയാണ് പഠിച്ചത്. ജിത്തു ജോസഫ് സാറിനോട് വർക്ക് ചെയ്തു. ജിത്തു സാർ 12th Man. ജിത്തു സാറിൻ്റെ ടീം മാനേജ്മെൻറ്റ് അടിപൊളിയാണ്. ആൻഡ് that's the main thing that I learned from him. His planning to make your team feel involved. അത് ഞാൻ ജിത്തു സാറിന് എടുത്തു വന്നായിരുന്നു പഠിച്ചത്. ഇപ്പോൾ നമ്മുടെ മലയാളം സിനിമയിൽ കുറേ ആസ് യു കൻ അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചസും ഒക്കെ വരും. ബട്ട് ടു കീപ് യുവർ ടീം ഇൻഫോംഡ് എവറിത്തിങ്. ഇന്ന് നമ്മൾ സെറ്റിൽ പോകുമ്പോൾ വെളുപ്പിനെ സെറ്റിലെത്തുമ്പോൾ ഫസ്റ്റ് തിങ് ഹി ഡസ് ഇസ് ഹി കോൾസ് ദ ഡയറക്ഷൻ ടീം, ടെൽസ് them that you know ഇതാണ് സീൻ, ഇന്ന ചേഞ്ചസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദെൻ എനിക്ക് മുമ്പ് ആദ്യം അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്തൊക്കെ എനിക്ക് പേടിയായിരുന്നു ചോദിക്കാൻ ഇത് എന്താണ് നടക്കുന്നതെന്നൊക്കെ. എന്നിട്ട് ഇടയ്ക്ക് ലൈറ്റ് മാൻ ചേട്ടന്മാരൊക്കെ വന്ന് ചോദിക്കും ലൈക്ക് അവർക്ക് പാക്കപ്പ് എപ്പോഴാണെന്ന് അറിയാൻ ചോദിക്കുമല്ലോ ലൈക്ക് എത്ര ഷോട്ടും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് അറിയാത്തപ്പോൾ അവരിങ്ങനെ ചോദിക്കുമല്ലോ നീ ഏടിയല്ലേ. പക്ഷെ ജിത്തു സാറിൻ്റെ ടീമിലായിരുന്നു ഇപ്പോൾ we could answer that, you know, ചേട്ടാ ഇത്ര ഷോട്ട്സ് ഒക്കെയാണ്, this is what is happening. And I felt very involved and I felt very happy to know what's going on. അങ്ങനെ ഇപ്പോൾ ലാൽ സാറിനൊപ്പം വർക്ക് ചെയ്യുമ്പോഴും he was extremely ambitious and like he had a clear vision of what he wanted. ബറോസ് എന്ന സിനിമയിൽ വർക്ക് ചെയ്തപ്പോൾ. ആൻഡ് ഇപ്പോൾ ഒരു ഷോട്ട് എങ്ങനെ പോകണം എന്നൊക്കെ ആണെങ്കിലും അതെങ്ങനെയും കിട്ടണം. ആൻഡ് അതിന് he will help people like achieve that shot. He won't just say that, you know, ഇങ്ങനെ കിട്ടി. വളരെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ഒക്കെ ആയിരുന്നു. അതേപോലെ സെയിം തിങ് ഫ്രം ഗീതു മോഹൻദാസ്, ഞാൻ ആദ്യം അസിസ്റ്റ് ചെയ്ത ഡയറക്ടർ. ചേച്ചി എടുത്തൊന്നും
ഇപ്പോൾ എനിക്ക് തോന്നുന്നു അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റുന്നു. ലൈക്ക് വെൻ യു വോണ്ട് ടു ബിക്കം എൻ അസിസ്റ്റന്റ് ഡയറക്ടർ യു എക്സ്പെക്ട് ടു ലേൺ സർട്ടൺ തിങ്സ്. പക്ഷേ സെറ്റിൽ അസിസ്റ്റ് ചെയ്യുമ്പോൾ എവറി വൺ ഇസ് എൻ ഹറി, എല്ലാവർക്കും ഷോർട്ടും സീനും ഒക്കെ തീർക്കണം. പക്ഷേ പോസ്റ്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് സ്റ്റേജിലൊക്കെ ഡയറക്ടറിനൊപ്പം ഇരിക്കുമ്പോഴാണ് യു ഗെറ്റ് ടു ലേൺ ഫ്രം ദ ഡയറക്ടർ. അതെനിക്ക് ഗീത് ചേച്ചിയുടെ ഒപ്പം ഇരുന്ന് ചെയ്യാൻ പറ്റും. മൂത്തോൻ എന്ന സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഫുൾ നമ്മൾ ഫെസ്റ്റിവൽസിന് അയക്കുമ്പോഴും കുറേ റീ എഡിറ്റ്സ് നടക്കുമ്പോഴും അനുരാഗ് കശ്യപ് സാറായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റും. സോ ഐ തിങ്ക് ഇൻ ഡിഫറെൻറ്റ് വേസ് ഐ ക്യാരി എ ലോട്ട് ഓഫ് ദ ലെസൺസ് ഐ ഹവ് ലേൺ ഫ്രം ദം ഓൺ ലൈക്ക് വെൻ ഐ എം ഡയറക്ടിങ് ഇസ്. അപ്പോൾ എന്നും ഞാൻ അവരെ പറ്റി ഓർക്കാറുണ്ട് സെറ്റിൽ. ആൻഡ് ഐ തിങ്ക് ദറ്റ് യു നോ ഓക്കെ രാജീവ് സാറായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തേനെ, ജിത്തു സാറാണെങ്കിൽ ഇങ്ങനെ ചെയ്തേനെ. സോ പ്രീ പ്രൊഡക്ഷന് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നതും ആൻഡ് ടു ജസ്റ്റ് പ്ലാൻ ആൻഡ് ഓൾ ദാറ്റ് ഐ തിങ്ക് അബൌട്ട് ജിത്തു സാർ. ഓരോ തവണ ഒരു ലൈറ്റ് വർക്ക് ആവാണ്ട് വരുമ്പോഴും അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ പെട്ടെന്ന് ക്യാൻസൽ ആകുമ്പോഴൊക്കെ ഐ തിങ്ക് ഓഫ് രാജീവ് സാർ. അങ്ങനെയൊക്കെ ഓരോ ലെസൺസ്. സോ റൈറ്റിങ്ങിന്റെ കേസിൽ അത് ചെയ്ത് പഠിച്ചു. ഐ ഡോണ്ട് പേഴ്സണലി എൻജോയ് റൈറ്റിംഗ്. എനിക്ക് സ്റ്റോറി വരെ എഴുതാനാണ് ഇഷ്ടം. പിന്നെ സ്ക്രീൻ പ്ലേ ഐ ലൈക്ക് ടു കൊളാബറേറ്റ്. ശരി. ലാലേട്ടൻ്റെ റിലേറ്റീവ് ആണെന്നാണ് ആദ്യം ഞാൻ കണ്ട ലാലേട്ടൻ എനിക്ക് പറഞ്ഞു തന്നത്. ഈ കഥ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തിരക്കഥ അല്ലെങ്കിൽ സിനിമ ചെയ്യാറായപ്പം ലാലേട്ടൻ്റെ അടുത്ത് ഒന്ന് കണ്ട് സംസാരിച്ചിരുന്നു? പിന്നില്ലേ, ഇതിന് ഈ കഥയുടെ ആസ് ഇൻ ബാക്ക് ഇൻ 2019 ഞാൻ പറഞ്ഞില്ല വേറൊരു വേർഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ലാലുമാമൻ എന്നാണ് വിളിക്കുന്നത്. സോ ലാലുമാമൻ വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് പീപ്പിൾ ടു ഹിയർ ദിസ് സ്റ്റോറി ആസ് ഒരു ജസ്റ്റ് ഓഫ് ഇറ്റ്. And കുറെ ഹെൽപ്പ് ചെയ്യാൻ നോക്കി. ലൈക്ക് ഹി ഹെൽപ്ഡ് കണക്ട് മീ ടു ആക്ടേഴ്സ് ആൻഡ് എവറിതിങ്. ബട്ട് ആ കഥ കാരണം ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. ഇപ്പോഴും ഹി സ്റ്റാൻഡ്സ് എസ് ബിഗ് സപ്പോർട്ട് ടു മീ. ലൈക്ക് എല്ലാം അപ്ഡേറ്റ്സ് എനിക്ക് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഐ എം ഈക്വലി ക്ലോസ് ടു ഹിസ് വൈഫ്. ഞാൻ വിളിക്കുന്നത് സുച്ചമ്മ എന്നാണ്. സുച്ചമ്മ ആയിട്ടാണ് ഞാൻ കൂടുതൽ കോൺസ്റ്റന്റ് ആയിട്ട് ടച്ചിലുള്ളത്. അപ്പോൾ ബോത്ത് ദം ആർ വെൽ അപ്ഡേറ്റഡ്. എനിക്ക് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ലാൽമാമനെ പോയി കാണാൻ പറ്റിയില്ലായിരുന്നു ഷൂട്ടിലായതുകൊണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ടീസർ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുന്നതിന് അയ്യോ വെരി ഫ്രണ്ട്ലി. പക്ഷെ കഥയുടെ അല്ലെങ്കിൽ സിനിമയുടെ കേസൊക്കെ വരുമ്പോൾ ലൈക്ക് he can be pretty tough. സെറ്റിലൊക്കെ വന്നാൽ വെരി ഫ്രണ്ട്ലി. പക്ഷെ output is very particular അല്ലേ? yes absolutely in the best way possible. കഥകൾ നറേറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര വീക്ക് ആയിരുന്നു പണ്ട്. ഇതിപ്പോ ചെയ്ത് കുറച്ച് ബെറ്റർ ആയതാണ്. he was the first one to tell me that you know the most important thing when it comes to narration, more than the narration itself, തിരിച്ച് ഒരു ആക്ടർ അല്ലെങ്കിൽ ആർക്കാണോ നറേറ്റ് ചെയ്യുന്ന അവര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആ ഒരു ആൻസറിലുള്ള ഒരു ക്ലാരിറ്റി, ദാറ്റ്സ് വാട്ട് ദേ ലുക്കിംഗ് ഫോർ. ഈവൻ ആസ് എ ഫിലിം മേക്കർ ലൈക്ക് ഹി ഓൾസോ ടോൾഡ് മീ ദാറ്റ് യു നോ ഇപ്പോൾ ഒരാൾ കഥ പറയുമ്പോൾ ഈസ് ചെക്കിംഗ് നോട്ട് ജസ്റ്റ് വെദർ ഇറ്റ്സ് എ ഗുഡ് സ്റ്റോറി ബട്ട് ഇഫ് ദാറ്റ് ഫിലിം മേക്കർ ഇസ് ക്ലാരിറ്റി. ലൈക്ക് ഐ തിങ്ക് ഇപ്പോൾ മോസ്റ്റ് സീനിയർ ആക്ടേഴ്സ് അവർ ദേ വിൽ ഷൂട്ട് ഔട്ട് ലൈക്ക് 3, 4, 5 ക്വസ്റ്റ്യൻസ് നറേഷൻ കഴിയുമ്പോൾ അതിൽ ക്ലിയർ ആൻസേഴ്സ് കിട്ടിയാൽ ദേ നോ ദാറ്റ് ദേ സ്പീക്കിംഗ് ടു അതെ. റെസ്ലിംഗ് കുറച്ചുകൂടി ഒരു ഹെവി സബ്ജക്റ്റാണ് റെസ്ലിംഗ്. അത് പോർട്രേ ചെയ്യാനും ഭയങ്കര പാടാണ്. എങ്ങനെയാണ് ഈ സബ്ജക്റ്റ് നമ്മുടെ കേരളത്തിൻ്റെ രീതിയിലേക്കും കേരളത്തിൻ്റെ ഒരു ടോപ്പോഗ്രഫി ആയിട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് തിരക്കഥ മാറ്റിയത്? അതിന് ഐ നീഡഡ് ഹെൽപ്പ്. കാരണം എൻ്റെ തിങ്കിങ് ജസ്റ്റ് ജനറലി അറ്റ് എ ബേസിക് ലെവൽ കുറച്ച് വെസ്റ്റേൺ ആണ്. ഞാൻ കണ്ടു വളർന്ന സിനിമകളൊക്കെ കൂടുതലും ഒരു ഇംഗ്ലീഷ് ടൈപ്സ് ആൻഡ് സം മൈ ഫേവറേറ്റ് ഫിലിം മേക്കേഴ്സ് ആൻഡ് ഓൾ ദാറ്റ്. ഞാൻ ഇപ്പോഴും നമ്മുടെ ഈ സിനിമയിൽ ചത്താബച്ചയിലും ഇൻസ്പിറേഷൻ എടുത്തിരിക്കുന്ന കുറെ ഫിലിം മേക്കിംഗ് സ്റ്റൈൽസും ഒക്കെ ഇപ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ എഡ്ഗർ റൈറ്റ് ആൻഡ് ലൈക്ക് അങ്ങനെ കുറെ ഫിലിം മേക്കേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ കേരളത്തിലേക്ക് അത് അഡാപ്റ്റ് ചെയ്യുന്ന കുറച്ച് പണി തന്നെയാണ്. ബട്ട് ദ മെയിൻ കണക്ഷൻ പോയിന്റ് ദാറ്റ് ഐ ഗോട്ട് വാസ് WWE ആസ് എ വെരി വെസ്റ്റേൺ ഐഡിയ. അത് ഇങ്ങോട്ടേക്ക് കൊച്ചി ഇൻ പെർട്ടിക്കുലർ അതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റിയ എനിക്ക് ഗാട്ടാ ഗുസ്തിയിലൂടെയാണ്. കൊച്ചി എന്ന് പറയുന്ന കൊച്ചിയിൽ പണ്ട് തൊട്ടുള്ളതാണ് ഗാട്ടാ ഗുസ്തി. ഗാട്ടാ ഗുസ്തിയുടെ കുറേ കഥകളുണ്ട് നമുക്ക് ഇപ്പോഴും. ഇഫ് യു ഗോ ഓൺ എ വീക്കെൻഡ് ഏർലി മോർണിംഗ് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് ഇപ്പോഴും ട്രെയിനിങ് ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ പഴയ പോലെ അത്രയും ഇല്ല, എന്നാലും യു ഹിയർ സോ മെനി സ്റ്റോറീസ് ഓഫ് ലൈക്ക് ഗാട്ടാ ഗുസ്തി ഗ്രേറ്റ്സ്. നമ്മുടെ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഇവിടെ വന്ന് റെസ്ൽ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി, ഗാട്ടാ ഗുസ്തിയിൽ നിന്ന് തുടങ്ങി WWE ടൈപ്പ് ഗുസ്തി വരെ ഒന്ന് കൊണ്ടുപോയാൽ ഐ തിങ്ക് ഐ ഫെൽറ്റ് ലൈക്ക് യു നോ ഓഡിയൻസസ് മൈറ്റ്
always feel rooted even though you are taking them to far away sort of. അതെ, പക്ഷേ WWE ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു നമ്മളായിട്ട്. നമ്മൾ ഒരു തലമുറ മുഴുവൻ കണ്ട് ആസ്വദിച്ച സാധനമാണ് ഈ WWE ആ സമയത്ത്. നമ്മുടെ തലമുറ മാത്രമല്ല, ഞാൻ പണ്ട് സ്കൂൾ കാലത്തൊക്കെ WWE കണ്ടോണ്ടിരുന്ന എന്റെ അപ്പൂപ്പന്റെ ഒപ്പം. അത് ശരി. എന്റെ പ്രൊഡ്യൂസേഴ്സ് ഷിഹാൻ നിഷാൻ കണ്ടോണ്ടിരുന്ന അവരുടെ അമ്മൂമ്മയുടെ ഒപ്പം. ശരി. അങ്ങനെ അപ്പോ പല ജനറേഷൻസിനും അറിയാം. ലൈക്ക് പക്ഷെ എന്റെ അപ്പന് ഇങ്ങനെ ഈ റെസ്ലേഴ്സിന്റെ പേരുകളൊന്നും അറിയത്തില്ലായിരിക്കും. എടാ മാസ്ക് ഇട്ടവൻ അങ്ങനെയൊക്കെ ആയിരുന്നു ചോദിച്ചത്. അണ്ടർടേക്കർ, കെയ്ൻ, എത്ര പേരായിരുന്നു. പിന്നില്ല ആ ഒരു 2000s നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ. ഞാൻ ആ ഫസ്റ്റ് ഡേ ഷൂട്ടിന്റെ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അനിലേട്ടൻ മാറ്റി നിർത്തിയ ഒരു കാര്യം പറഞ്ഞു. ഡയറക്ഷനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. എന്തായിരുന്നു ആ പറഞ്ഞ കാര്യങ്ങൾ? എന്തായിരുന്നു പുറത്തു പറയാൻ പറ്റുന്നതാണ്? അനിലേട്ടൻ അനിലേട്ടൻ എന്ന് പറയുമ്പോൾ അനിൽ രാധാകൃഷ്ണൻ മേനോൻ, വൺ ഓഫ് മൈ മെന്റേഴ്സ്. അനിലേട്ടൻ എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഐ തിങ്ക് ഫോർ ഗുഡ് ഓർ ബാഡ് ഞാൻ ഭയങ്കരമായിട്ട് പ്ലാനിങ്ങിൽ സ്ട്രെസ് ചെയ്യുന്ന ഒരാളാണ്. ബിക്കോസ് ലോട്ട് തിങ്സ് ചേഞ്ച് ഓൺ സെറ്റ്, ബട്ട് ഐ തിങ്ക് ഇഫ് യു ഗോ വിത്ത് എ പ്ലാൻ, പിന്നീട് നമുക്ക് ഇംപ്രവൈസ് ചെയ്യണമെങ്കിലും ഇറ്റ് ഈസ് പോസിബിൾ. ബിക്കോസ് യു സ്റ്റിൽ ഹാവ്, in case you decide to improvise and it's not working, you have a plan sort of thing to fall back on. അനിലേട്ടൻ എപ്പോഴും സ്ട്രെസ് ചെയ്തിട്ടുള്ള സ്പോണ്ടേനിറ്റിയുടെ കേസിലാണ്. സ്പോണ്ടേനിയസ് ആയിട്ട് ഒന്ന് തിങ്ക് ചെയ്താൽ ആക്ടേഴ്സിനും കുറേ ഫ്രീഡം കിട്ടും, നമ്മുടെ ക്യാമറമാനും ഫ്രീഡം കിട്ടും. അത് എത്രത്തോളം ഞാനത് എൻ്റെ ഫിലിം മേക്കിങ്ങിലേക്ക് ഇൻസ്റ്റിൽ ചെയ്തോന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് അനിലേട്ടൻ എനിക്ക് പഠിപ്പിച്ചു തരാൻ നോക്കിയ ഒരു ലെസനാണ് ഞാൻ ത്രൂ ഔട്ട് ദ ഷൂട്ട് പഠിച്ചുകൊണ്ടേ ഇരുന്നത്. ബിക്കോസ് I had to embrace spontaneity. എനിക്ക് ഇംപ്രവൈസ് ചെയ്യേണ്ടി വന്നു കുറേ. അതേപോലെ ഇപ്പോൾ എൻ്റെ DOP ആനന്ദ് സി ചന്ദ്രൻ, ഹു ഷോട്ട് ഭീഷ്മപർവം, പ്രേമം, നേരമൊക്കെ, ആനന്ദേട്ടനും ഇംപ്രവൈസ് ചെയ്യാൻ ഇഷ്ടമാണ്. ഹി ലൈക്സ് ടു ഗോ ഫോർ ലോങ് ടേക്സ്. ഇപ്പോൾ ഞാനൊരു ഷോട്ട് ഒന്ന് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാൻ പോകണമെങ്കിൽ പെട്ടെന്ന് ആനന്ദേട്ടൻ കട്ട് ചെയ്ത് നോക്കാം, എവിടെ വരെ പോകുന്നു നോക്കാം. അങ്ങനെ നോക്കി 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 we've gotten so many beautiful extra moments. ആ ഒരു സാധനം വരുന്നു അനിലേട്ടൻ അന്ന് എൻ്റെ അടുത്ത് മെയിൻലി പറഞ്ഞത്. അല്ലെങ്കിലും ചേട്ടൻ അറിയാമല്ലോ, ഇപ്പൊ എപ്പോ അനിലേട്ടൻ ഒറ്റപ്പാലത്തുനിന്ന് വന്നാലും നമ്മളെല്ലാവരും പിന്നെ ഡിന്നറൊക്കെ ഇരുന്ന് ഒന്ന് സംസാരിക്കുമ്പോഴാണ് we get our master classes from അനിലേട്ടൻ. ഇപ്പം അർജുൻ അശോകൻ, റോഷൻ, വിശാഖ്, ഇവർ തമ്മിലൊരു ഒരു കെമിസ്ട്രി ഞാൻ ആദ്യമായിട്ടാണ് ഇവർ മൂന്നുപേരും, എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെന്നോ, ഇവർ മൂന്നുപേരും ഒന്നിച്ച് ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയുടെ ഇവരൊരു കെമിസ്ട്രി എങ്ങനെ ഡെവലപ്പ് ചെയ്തത്? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ അവർക്ക് നമുക്ക് ഷൂട്ടിന് മുമ്പ് ഒരു 2-2.5 മാസം ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആസ് ഇൻ വിത്ത് 2 different sets of trainers. നമുക്ക് ജിമ്മിൽ വെച്ച് കണ്ടോ? അതെ, അതല്ലാണ്ട് അവർ സെപ്പറേറ്റ്ലി ജിമ്മിലും പോകും അവരുടെ ഫിസിക് ഒക്കെ ഒന്ന് ബിൽഡ് ചെയ്യാൻ. ഇപ്പോൾ അവരുടെ ഈ WWE വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന ശ്രവൺ എന്ന് പറഞ്ഞൊരു ട്രെയിനർ ഉണ്ടായിരുന്നു. അവരുടെ കണ്ടീഷനിങ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന ഡേവിസ് എന്ന് പറഞ്ഞൊരു ട്രെയിനർ ഉണ്ടായിരുന്നു. സോ അവർക്ക് പല പല സെഷൻസ് ആയിരുന്നു. ദർ വാസ് എ ഹോൾ കാലണ്ടർ ആൻഡ് ഓൾ മെയ്ഡ്. ഇന്നത്തെ സെഷൻസ് ഇന്നതൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുമായിരുന്നു. ഞാൻ I'd go midway into the session. അപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് ഡേ ചെന്നപ്പോൾ തന്നെ എല്ലാവരും കമ്പനിയായി, എല്ലാവർക്കും പല and they are the experiences. ഞാനാണ് I'm the fresher here. So അപ്പോൾ അവർക്ക് ഈസി ആയിരുന്നു ആൻഡ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ടു വാച്ച്. കാരണം നമ്മുടെ റിയൽ വേൾഡ് എന്റർടൈൻമെന്റിന്റെ യൂട്യൂബ് പേജിൽ പോയാലും ചില മേക്കിംഗ് വീഡിയോസിലൊക്കെ യു കൻ സി അവർ ഓരോ സ്റ്റണ്ടുകൾ ആദ്യമായിട്ട് സക്സസ്ഫുള്ളി ചെയ്യുമ്പോൾ മറ്റെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നതും അവരുടെ ഒരു സർപ്രൈസും. സോ എവറി വൺ വാസ് ദെയർ ഫോർ ഈച്ച് അതർ. That's the best thing that the training did, more than like WWE പഠിക്കുന്നതിനേക്കാളും അവരുടെ ഒരു റാപ്പോ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ആ ഒരു പടത്തിനും ഗുണം ചെയ്യും, പടത്തിന്റെ വൈബിനും. ആൻഡ് നമ്മുടെ സിനിമയിൽ ഒരു വലിയൊരു ഗ്യാങ് ഒക്കെ ഉണ്ട്. അവരുടെ ഒരു ലൈക്ക് ഇപ്പൊ സിനിമയിൽ കാണുമ്പോൾ ദേ ജെന്യൂൻലി ഫീൽ ലൈക്ക് എ റിയൽ ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ്. അവരിപ്പോഴും ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ ഒരാളുടെ വീട്ടിലേക്കാണ് എല്ലാവരും കൂടെ അങ്ങ് പോയി താമസിച്ചാൽ അടുത്ത ദിവസം ഷൂട്ടിനൊക്കെ വരുന്നത്. അത്രയും ക്ലോസ് ആയിട്ടുണ്ട്. അത് റിയലി ഷോസ് ഓൺ ക്യാമറ. അത് ബിൽഡ് ചെയ്തതൊക്കെ ഈ ട്രെയിനിങ് ടൈമിലാണല്ലേ. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് തോന്നുന്നു ശങ്കർ എസ് മലയാളത്തിന് വേണ്ടി ഫസ്റ്റ് ടൈം. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് കാളിയൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് അത് എന്തോ സംസാരിച്ചു എന്നൊക്കെ ഞാൻ ന്യൂസ് കണ്ടായിരുന്നു പണ്ട്. സോ ഐ വാസ് ഓൾസോ എക്സൈറ്റഡ് ദാറ്റ് യു നോ ഓ മൈ ഗോഡ് ശങ്കർ എസ് ഈസ് കമ്മിങ്. പിന്നീട് നമ്മുടെ പ്രോജക്റ്റിലേക്ക് വന്നപ്പോൾ അറിയാമല്ലോ. അതെ, എന്ത് തരം മ്യൂസിക് ആയിരിക്കും അപ്പം അവര് തന്നത്? What is new? Oh, it's going to be a full-on celebration. Like, I just showed them a few references. നമ്മുടെ കൈൻഡ് ഓഫ് മ്യൂസിക് ഒക്കെ എന്താണെന്ന് ചോദിച്ചു. അവർക്കും കുറെ എന്താ പറയുക, they've done Tamil work. മലയാളം സിനിമയായിട്ട് അവർ അപ്ഡേറ്റഡ് ആണ്.
ആൻഡ് അവർ മൂന്നുപേര് തമ്മിൽ ഇൻക്രെഡിബിൾ സിങ്ക് ഉണ്ട്. അവരെ സ്റ്റുഡിയോയിലേക്ക് പോയ ചേട്ടാ എൻ്റെ പൊന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇത് കണ്ടത് നിങ്ങൾ ബോംബെയിലെ സ്റ്റുഡിയോയിൽ. സോ ലൈക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു റെക്ടാങ്കുലർ റൂം, അതിൻ്റെ നടുക്കൊരു കൗച്ചുണ്ട്, മറ്റേ എഞ്ചിനീയർ ഇരിക്കുന്ന ഒരു കോൺസോളുണ്ട്, ഇതൊക്കെ ശങ്കർ സർ ഇരിക്കും. നമ്മൾ ടീം പ്രൊഡ്യൂസറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു, നമ്മുടെ ലിറിസിസ്റ്റ് വിനായക് ശശികുമാർ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ശങ്കർ സാറുമായിട്ട് ബാക്കിൽ 2 കോർണേഴ്സിൽ എസാൻ സർ ആൻഡ് ലോയ് സർ ഇരിക്കും. അവരിങ്ങനെ ജാം ചെയ്യാൻ തുടങ്ങും. നമ്മൾ എന്തെങ്കിലും ഒന്ന് സിറ്റുവേഷൻ ഒക്കെ പറയുമ്പോൾ തന്നെ ശങ്കർ സർ അങ്ങനെ ഒന്ന് ചെയ്തൊക്കെ കേൾക്കാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ ഓക്കെ സോ ഇസ് ദർ എനി പെർട്ടിക്കുലർ വേർഡ് വാട്ട്സ് എ സിറ്റുവേഷൻ ലൈക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ നമ്മളൊന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങും. ഒരു ഹുക്ക് ലൈനൊക്കെ വന്ന് അപ്പോഴത്തേക്ക് ശങ്കർ സാർ സംസാരിക്കുന്ന സമയത്തായിരിക്കും ബാക്കിൽ എസ് സാർ ഒന്ന് മറ്റേ ഗിറ്റാർ വെച്ചിട്ട് ഒരു ഇത് ഒന്ന് പ്ലേ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അത് തമ്മിൽ ഒന്ന് ജെല്ലാവും. അപ്പൊ നമ്മള് എക്സ്പ്ലെയിൻ ചെയ്യുവാണല്ലോ, അപ്പൊ പെട്ടെന്ന് നമ്മള് അല്ല അപ്പൊ പറഞ്ഞു വന്നത് ഈ സീനില്. അപ്പോഴത്തേക്ക് അതൊന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് കീസില് ലോയസർ ഒരു അടിപൊളി ഒരു സാധനം ഒന്ന് പ്ലേ ചെയ്യാൻ തുടങ്ങും. പിന്നെ 3 പേരും ഫയൽസ് കോൺസോളിലേക്ക് ഒന്ന് അയക്കും. എന്നിട്ട് പിന്നെ അവിടെ ഒരു മൈക്കൊക്കെ ഉണ്ട്. ശങ്കർ സാർ എടുത്ത് പാടുന്ന നമ്മൾ വിചാരിക്കും. പക്ഷെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് യൂസിങ് എന്ന് പറയും. എന്നിട്ട് നമ്മളെ കൊണ്ട് പാടിപ്പിക്കും. അപ്പൊ നമ്മുടെ സ്ക്രാച്ച് സോങ്സിലൊക്കെ എന്റെ വോയിസ്, വിനായകിന്റെ വോയിസ് അങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ശങ്കർ സാറും ഒക്കെ പാടും. പക്ഷെ ജസ്റ്റ് ഫോർ ഫൺ ഹീൽ മേക്ക് ഷുവർ ദാറ്റ് വി ഹാവ് എ ഗുഡ് ടൈം. ലൈക്ക് അവിടെ പോകുമ്പോ ലൈക്ക് ഒരു ഫുൾ ഓൺ സെലിബ്രേഷൻ മൂഡ് തന്നെയാണ്. വി ഹാഡ് എ ഫ്യൂ ഡേയ്സ് വിത്ത് ദം അറ്റ് ദ സ്റ്റുഡിയോ. It's been so special. അതും ഒരു ഫസ്റ്റ് ടൈം ഫിൽം മേക്കർ ഇത്ര I don't know if I deserve this much. Like അങ്ങനെ ഫീൽ ചെയ്തു. ഓർമ്മ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഓ ഭയങ്കര, എസ്പെഷ്യലി ഒരു ഫസ്റ്റ് ഡേയില് ചില നോട്ട്സ് ഒക്കെ കേൾക്കുമ്പോൾ ശരിക്കും കണ്ണ് ഇറ്റ്സ് മാജിക്കൽ. ഒരു ന്യൂ കമ്മർ എന്ന് പറയില്ല, ആസ് എ ഡെബ്യൂട്ട് ഡയറക്ടർ എപ്പോഴും ഒരു മാർക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കും. ഒരു സിനിമ വരുമ്പോൾ എൻ്റെ സിനിമയാണ് എന്ന ആൾക്കാരെ അറിയണം എന്നൊരു മാർക്ക് ഉണ്ടാകാൻ നോക്കും. ഈ സിനിമയുടെ ക്യാമറ ആംഗിൾ, ടോൺ, ഓഡിയോഗ്രഫി ഇതൊക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് ഇതിനു വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നോ? ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു സ്ക്രിപ്റ്റ് ഒന്ന് സെറ്റ് ആക്കുക എന്നായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രയോറിറ്റി. എത്ര മേക്കിംഗ് പടമാണെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, സ്ക്രിപ്റ്റ് സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസസ് പിടിക്കും. അത് അവര് ഡൈസെക്ട് ചെയ്ത് ദേ അണ്ടർസ്റ്റാൻഡ്, ദേ ജസ്റ്റ് നോ. ലൈക്ക് ഇപ്പോൾ ഫിൽം മേക്കേഴ്സ് അല്ലെങ്കിൽ പോലും വി ഹാവ് എ വെരി ഇന്റലിജന്റ് ഓഡിയൻസ് ഹിയർ. സോ തട്ടിക്കൂട്ട് ഇവിടെ നടക്കൂല എന്തായാലും നടക്കൂല. ഇപ്പോൾ ലൈക്ക് ജനറൽ ഓഡിയൻസസ് ഒക്കെ ഇങ്ങനെ ലാഗ് എന്നൊക്കെ പറയുന്നു. ലൈക്ക് ദേ മൈറ്റ് നോട്ട് ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ അതെ, പക്ഷെ ദേ നോ വെൻ സംതിങ് ഇസ് റോങ്. സോ സ്ക്രിപ്റ്റ് സെറ്റ് ആക്കുമെന്നായിരുന്നു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രയോറിറ്റി. അതിനുശേഷം ലൈക്ക് എനിക്ക് ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഹെൽപ്പ് ഫ്രം നമ്മുടെ സ്ക്രീൻ പ്ലേ ആൻഡ് ഡയലോഗ്സ് എഴുതിയ സനൂപ് തായ്ക്കൂടം എന്ന് പറഞ്ഞു. എൻ്റെ മലയാളം അത്രയും സ്ട്രോങ് അല്ല, എൻ്റെ ഒരു കൊച്ചി ഫ്ലേവർ എനിക്ക് അത്രയും കൊണ്ടുവരാൻ പറ്റില്ല. അത് സനൂപ് ആൻഡ് ഹിസ് ടീം, അമൽ ആൻഡ് ആദർശ് എന്ന് പറഞ്ഞ് അവര് വന്ന് അങ്ങ് ലൈക്ക് പൊളിയാക്കി. ലൈക്ക് യു ഫീൽ ദ ലൈഫ് ഓഫ് കൊച്ചി, ലൈക്ക് ദാറ്റ് കൊച്ചി ബ്ലഡ് റണ്ണിങ് ത്രൂ ഇറ്റ്. അത് സെറ്റാക്കി വന്നപ്പോഴത്തേക്ക് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുറേ റെഫറൻസസ്, ഒരു ട്രീറ്റ്മെൻറ്റ് നോട്ട്സും ഒക്കെ ഒന്ന് പതുക്കെ ഒന്ന് മാറാൻ തുടങ്ങി. ലൈക്ക് സനൂപ് എൻ്റെ അടുത്ത് മെയിൻലി പറഞ്ഞുകൊണ്ടിരുന്നത്, എടാ എൻ്റെ ഇംഗ്ലീഷ് പരിപാടിയൊക്കെ അവിടെ കൊച്ചിയാക്കുക ആദ്യം. അപ്പം തന്നെ എൻ്റെ റെഫറൻസ് മാറി തുടങ്ങി. ദ മ്യൂസിക് ഹി വുഡ് മേക്ക് മീ ലിസൺ ടു, ലൈക്ക് അത് മാറി തുടങ്ങി. ഇവിടുത്തെ സിനിമകളിൽ എങ്ങനെയാണ് നമ്മൾ മുമ്പും ഒക്കെ കണ്ടിട്ടുള്ളതെന്നൊക്കെ ലൈക്ക് ഹി വുഡ് ഷോ മീ. നമ്മുടെ ഒരു സ്റ്റൈൽസിൻ്റെ ഒരു ഹെൽത്തി ഒരു മിക്സാണ് പിന്നീട് അങ്ങ് റെഫറൻസസ് ആയിട്ട് ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ തുടങ്ങിയത്. ഇപ്പോഴും കുറേ വെസ്റ്റേൺ റെഫറൻസസ് ഒക്കെ ഉണ്ട്, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് സേഫ് ടു സേ നല്ലോണം റൂട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ DOP ആനന്ദ് സി ചന്ദ്രൻ വന്നപ്പോഴും ആനന്ദേട്ടന് പിന്നെ പല സിനിമകളും കൊച്ചി സൈഡിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഏത് ലൊക്കേഷനിൽ പോയാലും എടാ നമ്മൾ ഈ സിനിമയൊക്കെ അങ്ങനെ. So like none of those areas are new to him. So the challenge for him is, how do I make this location where I've already shot look even more fresh than it is? അപ്പോൾ എൻ്റെ മനസ്സിൽ ആകെ ഉണ്ടായിരുന്നത് ഇറ്റ്സ് ദാറ്റ് ഇപ്പോൾ നിങ്ങൾ ടീസർ വരുമ്പോഴും യു വിൽ സീ ദാറ്റ്, യു നോ ഐ വാണ്ടഡ്, ഞാനിപ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയോണ്ട് ആൻഡ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത ഡയറക്ഷൻ സിനിമറ്റോഗ്രഫി ആയതുകൊണ്ട് സിനിമറ്റോഗ്രഫിയിൽ വീക്കാണ്, ബട്ട് ഒരു ഹാഫ് നോളജ് ഉണ്ട്. അത് കുറച്ച് ഡേഞ്ചറസും ആണ്. അത് കാരണം ഞാൻ ഇങ്ങനെ ലെൻസസിനെ പറ്റി ഒന്ന് വായിക്കാറൊക്കെ ഉണ്ട്. സോ ഐ ജസ്റ്റ് ടോൾഡ് ഹിം ദാറ്റ്
എനിക്കൊരു ഡേർട്ടി സോർട്ട് ഓഫ് ലുക്ക്, ഡേർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഇംപെർഫെക്റ്റ് സോർട്ട് ഓഫ് ലുക്ക് വേണം. ഇപ്പോൾ മാസ്റ്റർ പ്രൈം ലെൻസസ് ഒക്കെ പോലത്തെ ഒരു പെർഫെക്റ്റ് സോർട്ട് ഓഫ് ഇമേജ് ഒന്നും ആയിരുന്നില്ല. എനിക്ക് പഴയ ആനമോർഫിക്സ് ഒക്കെ ഉണ്ട്. ഗ്രെയിൻസ് മാത്രമല്ല, സൈഡിലൊക്കെ ഒന്ന് ബെൻഡ് ആവും, അബ്രേഷൻസ്, ഇംപെർഫെക്ഷൻസ്, ലൈറ്റ് അടിച്ച ഭയങ്കരമായിട്ടൊന്ന് ഫ്ലെയർ ഒക്കെ വരും. ബിക്കോസ് തീമാറ്റിക്കലി ഓൾസോ കഥയിലേക്ക് അത് ടൈ ആവുന്നുണ്ട്. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല, അത് ഡിസ്കഷൻ ലേറ്റർ. ബട്ട് അങ്ങനത്തെ ഒക്കെ കുറെ നോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് എടുത്ത് ആ നോട്ട്സ് കേട്ടിട്ടായിരുന്നു ആനന്ദേട്ടൻ യൂത്ത് സജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു അപ്രോച്ച് ഒക്കെ എടുത്താലോ. പിന്നെ ഇറ്റ്സ് വെരി വാം സോർട്ട് ഓഫ് ഒരു സെലിബ്രേറ്ററി സോർട്ട് ഓഫ് ഫിലിം. അപ്പോൾ ആനന്ദേട്ടൻ പറയുക ഇങ്ങനത്തെ ഇങ്ങനത്തെ സിനിമകൾക്ക് ഇങ്ങനത്തെ ഒരു ലുക്കാണ്, പക്ഷെ നമുക്ക് ഇങ്ങനെ പിടിച്ചാലോ എന്ന് പറഞ്ഞ റെഫറൻസസ് ഒക്കെ ഷെയർ ചെയ്ത് അങ്ങനെ പോയിരുന്നു. അതേപോലെ വെൻ ഇറ്റ് കംസ് ടു എഡിറ്റിംഗ് ഓൾസോ എനിക്ക് റെഫറൻസസ് ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ പ്രവീൺ പ്രഭാകർ എന്നുള്ള മാസ്റ്റർ എഡിറ്റർ ചേട്ടനായിട്ട് വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് അങ്ങനെ റെഫറൻസസ് കാണിക്കേണ്ടി വന്നിട്ടില്ല. ഹീ ജസ്റ്റ് ഗെറ്റ്സ് ദി അസൈൻമെന്റ് വെരി ക്ലിയർലി. ഇപ്പൊ സൗണ്ടിലാണെങ്കിലും നല്ല പണിയായിരുന്നു. അല്ല, അതുവരെ എത്തിയിട്ടില്ല. പക്ഷെ ഫോളിയിലേക്ക് വരുമ്പോഴും ഇപ്പൊ ലെറ്റ്സ് സേ സംതിങ് ഇസ് ബേസിക് ഇസ് ഫോളി അല്ല, മറ്റേ എഫക്ട്സിൽ പഞ്ചിങ് എഫക്ട്സും ഒക്കെ നമ്മുടെ പോസ്റ്റിൽ ഐ പ്ലാൻ ടു ക്രിയേറ്റ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പഞ്ചിങ് സൗണ്ട്സ്. ഇപ്പൊ നമുക്ക് കേട്ട് യൂസ്ഡ് ആയിട്ടുള്ള ചില ഒരു പ്രീസെറ്റ് ഒരു ലൈബ്രറി ഉണ്ട്. അതല്ലാണ്ട് ഇപ്പോൾ റെസ്ലിംഗിലേക്ക് WWE വരുമ്പോൾ ആ ഒരു സൗണ്ട്സ് ഒന്ന് മാറ്റി പിടിക്കാനും ഒക്കെ വി പ്ലാൻ ടു ഡു ദാറ്റ്. ശങ്കരൻ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ഒരു സൗണ്ട് ഡിസൈനർ ഡ്യൂ ഉണ്ട്, അവരുടെ ഒപ്പം അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് ഇസ് ഓൾസോ ഇറ്റ്സ് എ വെരി യങ് ഫിലിം, ഇറ്റ്സ് എ വെരി ഫാസ്റ്റ് പേസ്ഡ് ഫിലിം. ഭയങ്കര ഒരു റിതമിക് സാധനമായിരിക്കും, അങ്ങനെ ടപ്പേന്നിങ്ങനെ പോകുന്നൊരു സോർട്ട് ഓഫ് ട്രീറ്റ്മെന്റ് ഒക്കെയാണ്. അപ്പോൾ ഈ ടെക്നിക്കൽ ട്രീറ്റ്മെന്റ് സോർട്ട് ഓഫ് പരിപാടികൾ എനിക്ക് പണ്ട് തൊട്ടേ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കണം. പിന്നെ വൺസ് മൈ കൊളാബറേറ്റേഴ്സ് കേമൻ, അവരെയും കൂടെ ഐഡിയാസ് എടുത്ത് എല്ലാം കൂടെ അഡാപ്റ്റ് ചെയ്ത്. പിന്നെ ബട്ട് ഐ ഹവ് സീൻ നമ്മൾ ഒരു സാധനം ഫോഴ്സ് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ DOPയുടെ അടുത്ത് ഇങ്ങനെ തന്നെ വേണമെന്ന് പറയാൻ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ ആക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ എത്ര ഒരു പെർട്ടിക്കുലർ ബ്രീഫ് കൊടുത്തിട്ട് എങ്ങാനും ഇഫ് യു സീ ദറ്റ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ്, ഇഫ് യു സീ ദറ്റ് the actor is naturally going വേറൊരു ചെറിയൊരു സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ഒരു ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ ഇറ്റ്സ് നൈസ് ടു ഗോ വിത്ത് ദാറ്റ്. ബിക്കോസ് അവരുടെ പെർഫോമൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ DOP അല്ലെങ്കിൽ ടെക്നീഷ്യൻസിൻ്റെ ആണെങ്കിലും അവരുടെ ഒരു വർക്കിൻ്റെ ഒരു ഓണസ്റ്റി അതിലാണ് ഇരിക്കുന്നത്. സംതിങ് ഇസ് പുള്ളിങ് ദം ഇൻ ദാറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇറ്റ്സ് നൈസ് ടു ഗോ വിത്ത് ദാറ്റ്. ഇപ്പോൾ മലയാളത്തിൽ ഒരുപാട് ഇതുപോലെ സ്പോർട്സ് മൂവീസ് ഉണ്ട്. ഇപ്പോൾ ബൾട്ടി ഇറങ്ങി കഴിഞ്ഞതേ ഉള്ളൂ കുറച്ചു നേരം മുമ്പ്. അങ്ങനെ ഒരു ജോണറിലേക്ക് നമ്മുടെ ഓഡിയൻസ് കുറച്ചുകൂടെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഡയറക്ടർ നിലയിൽ? ഡെഫിനറ്റ്ലി. എനിക്ക് മുമ്പ് എനിക്ക് അത്രയും എനിക്ക് പേടിയുണ്ടായിരുന്നു ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന്. പക്ഷേ നൗ വി ഹാഡ് റിയലി നൈസ് ഫിലിംസ്. ലൈക്ക് ഇപ്പോൾ ബാൾട്ടി വന്നു, എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല, ലൈക്ക് ഷൂട്ട്. പിന്നെ ആലപ്പുഴ ജിംഖാന വന്നു, ദവീദ് വന്നു. നമുക്ക് മുമ്പ് 90s ഇങ്ങനത്തെ സ്പോർട്സ് പടങ്ങൾ ഉണ്ടായിരുന്നു. ലാലേട്ടൻ തന്നെ ഉണ്ടായിരുന്നു സ്പോർട്സ് പടം, ഫുട്ബോളറായിട്ടുണ്ടായിരുന്നല്ലോ, പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഐ എം സെയിങ് ഇല്ല, ലാലേട്ടൻ്റെ തന്നെ ഒരു റിങ്ങിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു പടം ഉണ്ടായിരുന്നു. എനിക്ക് ഓ മൈ ഗോഡ് പേര് പറഞ്ഞായി, ഞാൻ പറഞ്ഞാലും കുഴപ്പമില്ല. അതാ അപ്പം ബട്ട് പണ്ട് തൊട്ടേ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നതാണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫിലിംസിന്. ലൈക്ക് യു ഹാവ് ഫ്രം ദ ലേറ്റ് 70s itself or like the early 80s റോക്കി സമയം തൊട്ട് നമ്മുടെ മലയാളി ഓഡിയൻസസ് പണ്ട് തൊട്ട് ഔട്ട്സൈഡ് ഫിലിംസ് കാണുന്നുണ്ട്. ഐ ഡോണ്ട് തിങ്ക് നൗ ദറ്റ് ദർ ഈസ് ലൈക്ക് എനി സോർട്ട് ഓഫ് ലിമിറ്റേഷൻസ് ജോണർ വൈസ്. എന്തും ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈറ്റ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, ഫണ്ണും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ആ ഒരു വിശ്വാസത്തിൽ പോകുന്നു. ഷൂട്ടിങ്ങിൻ്റെ ഒരു പകുതി കഴിഞ്ഞ ശേഷം ഒരു ഒറിജിനൽ തിരക്കഥയിൽ നിന്ന് എത്രമാത്രം മാറ്റം ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവിച്ചു? നല്ലോണം മാറിയിട്ടുണ്ട്. ആസ് ഇൻ ദ ഇംപ്രവൈസ് സ്റ്റേജിലുണ്ട് മാറിക്കാണും. യെസ്, ഇംപ്രവൈസ്ഡ്. ഇപ്പോൾ കുറേ വാട്ട് യു തിങ്ക് ഇസ് കോമഡി ഓൺ പേപ്പർ ചിലപ്പോൾ ലാൻഡ് ചെയ്യില്ല. ലൈക്ക് ആക്ച്വലി അത് പറഞ്ഞു നോക്കുമ്പോൾ അവിടൊക്കെയാണ് എൻ്റെ റൈറ്റർ സനൂപ്പിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഇരിക്കുന്നത്. കാരണം പുള്ളിക്ക് സ്പോട്ടിൽ കൗണ്ടർ അടിക്കാൻ അറിയാം. ഇപ്പോൾ സനൂപ്പായിട്ട് പിന്നെ ഒയ്യോ ലൈക്ക് ആ സ്പോട്ടിൽ പറയുന്ന ഒരു കോമഡി ആയിരിക്കും ശരിക്കും അത് വർക്കാന്ന്. സോ ചിരിക്കാണ്ടേ പറയും. അതെ അതെ അയ്യോ. സോ പുള്ളിക്ക് ദ ബെസ്റ്റ് കോമഡി ദറ്റ് ഹി വാസ് ഏബിൾ ടു ബ്രിങ് ത്രൂ മൈ ആക്ടേഴ്സ് വാസ് സ്പോട്ടിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ആക്ടേഴ്സും സനൂപ്പിൻ്റെ ഒപ്പം കുറേ ഇരുന്ന് സെറ്റിൽ വരുമ്പോൾ തന്നെ സനൂപ്പും ടീമും ക്യാരവാനിൽ പോയി അവരുടെ ഒപ്പം ഇരുന്ന് ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് ഇത് മാറ്റാൻ പറ്റുമെന്നൊക്കെ ഡിസ്കസ് ചെയ്യും. ആക്ടേഴ്സും അവരുടെ ഐഡിയാസ് പറഞ്ഞു കൊടുക്കും. അതിൽ കുറേ പേര് ആക്ച്വലി കൊച്ചിക്കാർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ
പറയാറുള്ളത് എന്നൊക്കെ ഒന്ന് പറഞ്ഞ് they will jam സെറ്റിൽ എത്തുമ്പോഴത്തേക്ക് ഒരു ഇംപ്രൂവ്ഡ് ന്യൂ അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് ദ സീൻ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഷോർട്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരുമ്പോൾ പിന്നെ ഇറ്റ്സ് ഫൺ. കുറച്ച് സമയം എക്സ്ട്രാ എടുക്കും അതെല്ലാം ഒന്ന് റീസെറ്റ് ചെയ്യാൻ, ബട്ട് വി ഗെറ്റ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ നല്ലോണം ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ഓൺ ദ കോമഡി സൈഡ് ഓഫ് ഇറ്റ്. ആക്ഷൻ സീക്വൻസസിൽ നമുക്ക് കുറച്ചുകൂടെ ഇപ്പോൾ ഒരു ബഡ്ജറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും നമുക്ക് കുറച്ചുകൂടെ ഒരു സ്പീഡിൽ പ്ലാൻ ചെയ്ത പോലെ പോകണമല്ലോ. അപ്പോൾ ആക്ഷൻ സീക്വൻസിൽ കുറേയൊക്കെ ഒരു പ്ലാൻ സെറ്റാണ്, ഇങ്ങനെയായിരിക്കും ബീറ്റ്സ് ഓഫ് ദ സീൻ. കാരണം അതിൽ എനിക്ക് തോന്നുന്നു അധികം ഇംപ്രവൈസ് ചെയ്യാൻ പോയാൽ യു മൈറ്റ് ഗെറ്റ് ക്യാരീഡ് അവേ, പിന്നെ നമ്മുടെ മനസ്സിലുള്ള ഒരു ഫ്ലോവും പോവും. ആൻഡ് ഇൻ ജനറൽ വെൻ ഇറ്റ് കംസ് ടു ലൈക്ക് ഒരു ലാർജർ പിക്ചർ ആ ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഐ പേഴ്സണലി ഡോണ്ട് ട്രസ്റ്റ് മൈ സെൽഫ് ഓൺ സെറ്റ്. കാരണം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് അദ്വൈതനെയാണ് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത്. കാരണം ആ അദ്വൈതന അധികം മറ്റേ ഷൂട്ട് തീർക്കണമല്ലോ എന്നുള്ള ഒരു പ്രഷർ ഇല്ലായിരുന്നു. കുറച്ചുകൂടി ഒരു ക്ലിയർ ഹെഡഡ് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ഡിസിഷൻസ് എടുത്തുകൊണ്ടിരുന്ന ഒരു അദ്വൈതമാണ്. സോ വൺസ് ദാറ്റ് സ്ക്രിപ്റ്റ് ഇസ് സെറ്റ്, ഇപ്പോൾ ആക്ഷൻ സീക്വൻസിൽ അല്ലെങ്കിൽ ഇമോഷണൽ സീക്വൻസിനൊക്കെ ആണെങ്കിലും ഐ ട്രസ്റ്റ് ദാറ്റ് അദ്വൈത് ഓർ ഐ ട്രസ്റ്റ് ദാറ്റ് സനൂപ്. പിന്നീട് സെറ്റിൽ ഉണ്ടാവുന്ന ഇഷ്യൂസും മെസ്സപ്സും ഒക്കെ കാരണം നമുക്കൊന്ന് ചെയ്യണമെങ്കിൽ ഐ വിൽ തിങ്ക് ട്വൈസ്. പിന്നെ ഞാൻ സനൂപായിട്ട് സംസാരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ പോകുന്ന എൻ്റെ പ്രൊഡ്യൂസർ ഷിഹാനായിട്ട്. ഹീസ് നോട്ട് ജസ്റ്റ് മൈ പ്രൊഡ്യൂസർ, ഹീസ് എ ഫിൽം മേക്കർ ഇസ് വെൽ, ഹീസ് എ ഡയറക്ടർ. അപ്പോൾ ഇഷാൻ്റെ അടുത്ത് പോകും, ഞാൻ എൻ്റെ അസോസിയേറ്റ്സ് അസിസ്റ്റൻസിൻ്റെ അടുത്തൊക്കെ ചോദിക്കാം. എല്ലാവരും എന്നെക്കാളും സീനിയറാണ്. ഞാൻ ജെന്യൂൻലി എൻ്റെ ഡയറക്ഷൻ ടീമിലും മൈ അസോസിയേറ്റ്സ് ആൻഡ് ഓൾ ദാറ്റ് വേ മോർ എക്സ്പീരിയൻസ്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയി ഈസി ആയിട്ട് ചോദിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടാണ് നമ്മൾ ചില സീനുകൾക്കൊക്കെ ഒന്ന് ഇംപ്രവൈസ് ചെയ്യാൻ പിന്നെ തീരുമാനിക്കുന്നത്. പക്ഷെ കോമഡിയുടെ കേസിൽ ഇറ്റ്സ് നൈസ് ടു ഗോ വിത്ത് ഇംപ്രവൈസേഷൻസ്. അപ്പം നമുക്കും ഫ്രഷ് ആയിട്ട്. ഈ ഒരു ആക്ഷൻ പടമാണെന്ന് പറഞ്ഞാൽ തന്നെ ഇതൊരു ഹ്യൂമൻ ടച്ച് കൊടുക്കണം. ഹ്യൂമൻ ടച്ച് കൊടുക്കാണ്ട് ഈ സാധനം വർക്കാവില്ല. സ്ക്രിപ്റ്റിൽ ത്രൂ ഔട്ട് ഹ്യൂമൻ ടച്ച് വേണം. വെറുതെ കുറേ ഇടി കാണിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഒരു ഹ്യൂമൻ ടച്ച് എങ്ങനെയാണ് ഈ സിനിമയിൽ കൊണ്ടുവരിക ഈ ഒരു ആക്ഷൻ പടത്തിൽ? ദാറ്റ് വാസ് എനിക്ക് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ആയിരുന്നു എനിക്കത്. ആ ഒരു ഹ്യൂമനൈസ് ചെയ്യുക എന്നുള്ളൊരു സാധനം. കാരണം ഒന്നാമത് ഒരു വെസ്റ്റേൺ തോട്ട് ലൈക്ക് WWE ആൻഡ് ഓൾ ദാറ്റ്, ഇതൊരു അണ്ടർഡോഗ് സ്റ്റോറിയാണ്. ദാറ്റ്സ് ദ മോസ്റ്റ് ബേസിക് തിങ് ദാറ്റ് ഐ ക്യാൻ ടെൽ യു. ലൈക്ക് തോറ്റ് പിന്നീട് അങ്ങോട്ട് ആ ഒരു വിജയം കിട്ടുന്ന ആൾക്കാരുടെ കഥയാണ്. ഇറ്റ്സ് സ്റ്റോറി അബൌട്ട് ഫൈറ്റേഴ്സ്. ചത്ത പച്ച എന്നുള്ള ഒരു മീനിങ് തന്നെ എനിക്ക് സനൂപ് എൻ്റെ അടുത്ത് അത് പിച്ച് ചെയ്ത സമയം തൊട്ട് ആ ഒരു ടൈറ്റില് ഇറ്റ്സ് ചത്താലും പച്ച പിടിക്കണം. ആ ഒരു സാധനം ചത്താലും പച്ച പിടിക്കണം. എന്താ ലൈക്ക് വാട്ട് എവർ ഇറ്റ് ടേക്സ്, ദിസ് ഈസ് വാട്ട് വി ഹാവ് ടു ഡു. ലൈക്ക് ഇത് ചെയ്ത് സെറ്റാക്കിയേ പറ്റുള്ളൂ. ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ എന്താ ഇട്ടിരിക്കുന്ന ഒരു ബ്രേസ്ലെറ്റിലും ചത്താ പച്ച എന്നാണ് ഇത്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സിനിമ ആയതുകൊണ്ടല്ല, ദിസ് ഈസ് സംതിങ് ഐ ക്യാരി വിത്ത് മീ ഫോർ ദിസ് എൻറ്റയർ ലൈഫ്. യുനോ ലൈക്ക് എന്തൊരു സാധനം ഒരു ഡിഫിക്കൾട്ട് പരിപാടി തുടങ്ങുന്ന സമയത്തും പിന്നെന്താ സെറ്റാക്കാം. സോ ചത്ത പച്ച സംതിങ് ഐ ടെൽ മൈ സെൽഫ്, യുനോ ചത്ത പച്ച നോക്കാം. ഇപ്പോൾ നമുക്ക് ടഫായിട്ടുള്ളൊരു നറേഷൻ മീറ്റിംഗ് ഉണ്ടെങ്കിലും നടക്കുമെന്ന് അറിയത്തില്ല, എന്നാലും ശ്രമിക്കാം. ചത്ത പച്ച ഇറ്റ് സെൽഫ് is the human side of the story. That is the movie. Yes, that is the movie. ഒരു പരിധിക്കപ്പുറം റെസ്ലിംഗ് അല്ല, കോമഡി അല്ല, റിലേഷൻഷിപ്സിനെ പറ്റി. ഇറ്റ്സ് അബൌട്ട് ഫ്രണ്ട്ഷിപ്പ്. ഇപ്പോൾ ഇറ്റ് കംസ് ബാക്ക് ടു ദിസ് തിങ് ഓഫ് ലൈക്ക് ചേട്ടൻ അറിയാമല്ലോ, എൻ്റെ ബോയ്സിനെ അറിയാമല്ലോ. ലൈക്ക് അവരില്ലാണ്ട് ഇവിടെ വരെ ഒന്നും എത്തൂല്ല. ലൈക്ക് ദേ ആർ ഇപ്പോൾ ഒരു സാധനം കാണിക്കുമ്പോഴും ജനറലി എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടൊക്കെയാണ് റിയാക്ഷൻസ് വരും. പക്ഷെ എൻ്റെ വോയിസിനെ കാണിച്ചാൽ ഐ ഗെറ്റ് എ പ്രോപ്പർ ഓണസ്റ്റ് റിയാക്ഷൻ. ഇഫ് യു വാണ്ട് ടു ഗോ ഫാസ്റ്റ് ഗോ ലോൺ, ഇഫ് യു വാണ്ട് ഗോ ഫാർ ഗോ ടുഗദർ. ഐ ഹാവ് മൈ ബോയ്സ്. ദിസ് ഈസ് എ മൂവി അബൌട്ട് എ പ്രൊട്ടാഗണിസ്റ്റ് ആൻഡ് ഹിസ് ബോയ്സ് ആൻഡ് ഗേൾസ്. അങ്ങനെ അപ്പോൾ അതാണ് ഒരു ഹ്യൂമനൈസിങ് ആസ്പെക്ട്. ലൈക്ക് ഒരുമിച്ച് ചെയ്യാം, നമുക്ക് ഒന്നുമില്ല ഇപ്പോൾ, പക്ഷെ ഒരുമിച്ച് ചെയ്യാൻ എവിടെയെങ്കിലുമൊക്കെ എത്തും. ആ ഒരു സ്പിരിറ്റാണ് ഇതിലെ ഒരു ഹ്യൂമൻ ടച്ച്. അതിൻ്റെ ഒപ്പമുള്ളൊരു സാധനമാണ് അനിശ്ചിതത്വം, അൺസർട്ടനിറ്റി എപ്പോഴും ഉള്ള ഇൻഡസ്ട്രിയാണ് സിനിമ. ഈ അൺസർട്ടനിറ്റി അദ്വൈതിന് ഒരു എൻകറേജ്മെന്റ് ആണോ, അല്ലെങ്കിൽ അത് എപ്പോഴും മുന്നിൽ കണ്ടിട്ടാണോ ജോലി ചെയ്യുന്നത്? മാക്സിമം മുന്നിൽ കണ്ടിട്ടാണ് ജോലി ചെയ്യുന്നത്. ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാരണം ഈസി ആയിരിക്കും എന്ന് വിചാരിക്കുന്ന സാധനങ്ങൾ ഒട്ടും ഈസി ആയിരിക്കില്ല. ഒരിക്കലും നടക്കത്തില്ലെന്ന് വിചാരിക്കുന്ന സാധനങ്ങൾ
പെട്ടെന്ന് ചിലപ്പോൾ ഒരു ദിവസം നടക്കും. ഫോർ എക്സാമ്പിൾ ചത്തപ്പച്ച. ഒരിക്കലും ഇത് നടക്കുന്നു വിചാരിച്ച സ്ക്രിപ്റ്റേ അല്ല ഇത്. പിന്നെ എങ്ങാനും നടക്കുവാണെങ്കിലും ഇതെൻ്റെ ഒരു 3rd or 4th പടമൊക്കെ ആയിട്ട് കുറച്ചുകൂടി ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇത് ഫസ്റ്റ് പടം തന്നെ ലാൻഡ് ചെയ്ത്. സോ അൺസർട്ടനിറ്റി കൻ ബി ബ്യൂട്ടിഫുൾ ആസ് വെൽ, ബട്ട് മോസ്റ്റ് ടൈംസ് ഇറ്റ്സ് ഇൻക്രെഡിബ്ലി സ്കെയറി. കാരണം നമുക്ക് ആ ഒരു സോ കോൾഡ് സ്ട്രഗിൾ ഫേസിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള ഒരു അൺസർട്ടനിറ്റി കേട്ടോ, ഇറ്റ്സ് സ്കെയറി. രാവിലെ എണീക്കുമ്പോൾ ഇന്നിനി എന്ത് ചെയ്യും എന്നറിയാത്ത ഒരു അൺസർട്ടനിറ്റി ഈസ് ഭീകരമാണ്. ദാറ്റ്സ് വൈ ഇപ്പോഴും ഞാൻ എന്നും ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പോലും ഇല്ല. പേടിയുണ്ടോ? പേടിയുണ്ട്. എൻ്റെ ഇതൊക്കെ പ്രിവിലേജ് സ്ട്രഗിൾ ആണ്. കാരണം ഐ എം നോട്ട് ഗോയിങ് ഹംഗ്രി. ഐ എം അറ്റ് എ ബേസിക് ലെവൽ എൻ്റെ ഒരു ലോവസ്റ്റ് പോയിന്റ് ഇസ് നോട്ട് ഹങ്കർ. പക്ഷെ എത്രയോ ഫിലിം മേക്കേഴ്സ് ഉണ്ട്, എത്രയോ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട് ഹൂസ് ലോവസ്റ്റ് പോയിന്റ് ഇസ് ഹങ്കർ. എന്നിട്ടും ഫൈറ്റ് ചെയ്ത് കയറി വരുന്ന ആൾക്കാരുണ്ട്. ചത്താപ്പച്ച ആ ഒരു സ്പിരിറ്റിലാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഷൂട്ടിനൊക്കെ വെളുപ്പിനെ എണീക്കേണ്ടപ്പോഴും ഒക്കെ ഹോട്ടലിൽ ഇങ്ങനെ എണീറ്റ് ഐ എം വേക്കിംഗ് അപ്പ് വിത്ത് പേർപ്പസ്. രാവിലെ എണീക്കുമ്പോൾ ഒരു പേർപ്പസ് ഇല്ലാണ്ട് അൺസർട്ടനിറ്റിയോടെ എണീക്കുന്ന സമയത്ത് എൻ്റെ പൊന്നോ ഇറ്റ്സ് സ്കെയറി. എന്തായിരിക്കും പ്രേക്ഷകർക്ക് ഒരു ടേക്ക് അവേ സിനിമ കണ്ടു കഴിയുമ്പോൾ? സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആ ഒരു റെസ്ലിംഗ് ആസ്പെക്റ്റും ഒക്കെ കാണും. ബട്ട് എൻ ക്രെഡിറ്റ്സ് റോൾ ചെയ്യുന്ന സമയത്ത് ബോയ്സിനൊപ്പം സിനിമ കാണാൻ വന്നിട്ടുള്ളതാണെങ്കിൽ എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി വാടാ പൊളിക്കാം എന്നുള്ളൊരു ഫീൽ തന്നെ കിട്ടണം. അതൊരു നോട്ട് ഈവൻ ലൈക്ക് ഒരു ഇൻസ്പയർ ചെയ്യാൻ നോക്കുന്ന കമോൺ നോക്കുക പൊളിക്കാം. ഇറ്റ്സ് ലൈക്ക് ഒന്നും നോക്കണ്ട, വാ ഇതേപോലെ നമുക്കൊന്ന് പൊളിക്കാം. ആ ഒരു സാധനം കിട്ടണം. ഐ വോണ്ട് പീപ്പിൾ ലൈക്ക് ലോ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ഫുൾ ഒരു എനർജി കൊടുക്കുന്ന ഒരു സാധനമായിരിക്കണം. ദാറ്റ് യു നോ ഈ ക്യാരക്ടേഴ്സിന് ഇത് പറ്റുമെങ്കിൽ നമുക്കും പറ്റണം. സോ നമുക്കും ചെയ്തു നോക്കാം. ആ ഒരു സാധനം ഒന്ന് കിട്ടണം. ഇപ്പോൾ just in general we all have ipo low or high points of our lives. We always have some sort of goal that we're trying to, we have something that we're trying to get done. അതിനുള്ള ഒരു പുഷ് കിട്ടണം. ഒരു പ്രത്യേക കാര്യം ചോദിക്കാൻ മറന്നുപോയി, മമ്മൂക്ക ഉണ്ട് സിനിമയിൽ? അങ്ങനത്തെ കുറെ റിപ്പോർട്ട്സ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. പലരും ഉണ്ടെന്ന് പറയുന്നു കേട്ടോ. ആസ് ഇൻ ഞാൻ ഒരു ഫ്യൂ മന്ത്സ് ബാക്ക് ഞാൻ ദുൽഖർ സൽമാൻ ഉണ്ടെന്നും ഒക്കെ ലാലേട്ടനായിരിക്കും അതും പറയാൻ 1-2 റിപ്പോർട്ട്സ് ഒക്കെ കേൾക്കുന്നു. അങ്ങനെ സിനിമ കാണാന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലേ? All the best. Thank you so much.